നമസ്കാരം, എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചിട്ടാണ്. ഈ സ്വിച്ച് വേർഡ് പൂർണ്ണമായും ഒരു സ്വിച്ച് വേർഡല്ല, കാരണം അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി കോഡും കൂടിയാണ്. നിങ്ങൾക്കറിയാം, എനർജി കോഡ് ഇസ് മോർ പവർഫുൾ ദെൻ സ്വിച്ച് വേർഡ്. എനർജി കോഡ് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, എസ്പെഷ്യലി കമ്മ്യൂണിറ്റിയിൽ ഉള്ള ക്ലാസ്സസിൽ. അപ്പോൾ എനർജി കോഡ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ചൊല്ലുമ്പോൾ തന്നെ ഒരു പർട്ടിക്കുലർ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് എനർജി കോഡ്. സ്വിച്ച് വേർഡ്, എനർജി കോഡ്, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കാര്യം. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ളവർക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസും ഒരുപാട് ടിപ്സും കാര്യങ്ങളെല്ലാം കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് താഴെ ഉള്ള ലിങ്കിൽ ജോയിൻ ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ സ്വിച്ച് വേർഡിൻ്റെ എന്താണ് ഈ സ്വിച്ച് വേർഡ്? ഈ സ്വിച്ച് വേർഡ് വളരെ സിമ്പിളാണ്. ഇത് വീഡിയോ പൂർണ്ണമായി കണ്ടാൽ മാത്രമേ ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതൊരു സ്പിരിച്വൽ സ്വിച്ച് വേർഡ് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനൊരു എനർജി കോഡ്, ഒരു മന്ത്രം എന്ന പോലെ തന്നെ ഞാൻ പറയുന്നത്. ദിവ്യ പ്രകാശം ആഗമനം, ദിവ്യ പ്രകാശം ആഗമനം, ഇതാണ് ഈ സ്വിച്ച് വേർഡ്. ദിവ്യ, ഡിവൈൻ, പ്രകാശം, അനുഗ്രഹം വരട്ടെ, വരുന്നു, ആഗമനം, ദിവ്യപ്രകാശം ആഗമനം. ഈ ദിവ്യപ്രകാശം ആഗമനം നമ്മൾ എല്ലാ ദിവസവും രാവിലെ അല്പം വെട്ടം തട്ടുന്ന സ്ഥലത്ത് നിൽക്കുക, നിന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു ഗോൾഡൻ ലൈറ്റ് നമ്മളിലേക്ക് വരുന്നതായി സങ്കല്പിക്കുക. അതൊരു ഡിവൈൻ ലൈറ്റാണ് സങ്കല്പിക്കുക. ഗോൾഡൻ ലൈറ്റ് നമ്മളിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ചാൻറ്റ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട്, ദിവ്യപ്രകാശം ആഗമനം. ഇത് ചെയ്യേണ്ടത് 108 ടൈംസ് ഇൻ ദ മോർണിംഗ്, 108 തവണ, രാവിലെ 108 തവണ. നമുക്ക് ഇത് നിന്നിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇരിക്കുന്നതിനേക്കാളും നിങ്ങൾ നിന്നിട്ടാണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത്. ദിവ്യപ്രകാശം ആഗമനം. കൈകൾ നമസ്തേ പൊസിഷനിൽ വെക്കുക. ഒരു വെട്ടം ഉള്ളൊരു സ്ഥലത്തേക്ക് പോയി നിൽക്കുക, കണ്ണുകൾ അടയ്ക്കുക. ദിവ്യപ്രകാശം ആഗമനം, ദിവ്യപ്രകാശം ആഗമനം, ദിവ്യപ്രകാശം ആഗമനം. അർത്ഥമറിഞ്ഞിട്ടാണ് ചൊല്ലേണ്ടത്. ആ ഡിവൈൻ ലൈറ്റ് കമ്മിങ്, അതായത് ബ്ലെസ്സിങ്സ് കമ്മിങ്. ആ ഒരു ദിനം, ആ ഒരു ദിവസം ബ്ലെസ്സിങ്സോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് നമ്മൾ സബ് കോൺഷ്യസിന് കൊടുക്കുക. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ മനസ്സ് നല്ലതായിരിക്കും, ശാരീരികമായിട്ടുള്ള നന്മ, എല്ലാ നന്മകളും ആ ദിവസം ഉണ്ടാകട്ടെ എന്നുള്ളൊരു സീക്രട്ട് കോഡാണത്. ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം ഫുള്ള് ബ്ലെസ്ഡ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ആ ഒരു ദിവസം മുഴുവൻ ആനന്ദകരമായിരിക്കട്ടെ എന്നുള്ളതാണ്. ആനന്ദകരമായിരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? മനസ്സ് നന്നാവണം, ശരീരം നന്നാവണം, ആത്മാവ് നന്നാവണം, അല്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങളും അവിടെ എന്താണ്? ആ ഒരു ഇൻറ്റൻഷനാണ് നമ്മൾ വരിക. അപ്പോൾ ദിവ്യപ്രകാശം ആഗമനം എന്ന് ചൊല്ലി നിങ്ങൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ആ ദിവസത്തിൽ എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസും നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ഊർജ്ജവും ഒക്കെ ഉണ്ടാവും. ഒരുപാട് പേര് ഇത് പരീക്ഷിച്ചിട്ടുള്ളതാണ്. കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഇതിൻ്റെ എക്സ്പീരിയൻസസ് പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് പേര് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാറുണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവർക്ക് കൂടി അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഇപ്പോൾ ഈ വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യുന്നത്. വേറൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാനിരുന്നത്. അപ്പോൾ ഇത് ചെയ്യാം എന്ന് കരുതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യാം. അതിരാവിലെ എഴുന്നേറ്റ് ഇത് ചാൻറ്റ് ചെയ്യുക. നിങ്ങൾ രാവിലെ മാത്രമാണ് ഇത് ചൊല്ലേണ്ടത്, വേറൊരു സമയവും ചൊല്ലേണ്ട ആവശ്യമില്ല. രാവിലെ ആ ഒരു എഴുന്നേൽക്കുന്ന സമയം, മുഖം കഴുകി കാലും കൈയും കഴുകി ചൊല്ലിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു, നല്ല ഫീൽ വരും. അല്ലാതെ കുളിക്കണം എന്നൊന്നും പ്രാധാന്യം ഇല്ല. നമ്മളെന്താ പറയുക, നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.